യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ എങ്ങടികളൊക്കെ ചെല്ലുക. ഓ ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ചട്ട് കളഞ്ഞ ശകുനം ചത്തുകൊള്ളുന്നുണ്ട്. കഴുത്തുളുക്കുള്ള സംസ്ഥാന സമ്മേളനം എങ്ങോട്ടേക്കാണാവോ? ഓഹോ, ഞാൻ സഹായിക്കാം. അവരെത്ര പേരുണ്ട്? 9 പേരുണ്ട്. പാറേ, നീ എത്ര പേരെ നോക്കും? കുറെ നാളായി ഒരു 4 പേരെ ഒറ്റയ്ക്ക് തല്ലിട്ട്. അണ്ണാച്ചി, ഒരു 3 പേരെ ഞാൻ നോക്കിക്കോളാം. 4 3 7 2 9. അപ്പൊ അവർക്ക് നിങ്ങൾ മതി, ഞങ്ങൾ വിട്ടേക്കാം. സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത അനുസരണയോടെ നിന്നോണം, ഞാൻ പലതും കാണിക്കും. ഒരു പണിവാളിയെ പോലെ തോന്നാ. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? വീടല്പം കുറഞ്ഞോന്നൊരു സംശയം. ഞാനിപ്പോ വരാവേ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിൽക്കുന്നു. അവന് തല്ലരുത്. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് അതാരാ പോയാ? ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തൂണോ? കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. ഇത് കഴിഞ്ഞില്ലേ? ആരങ്ങോട്ട് കെട്ടിയെടുത്തേ? പണ്ട് കുറച്ച് കളരി പഠിച്ചത് പുലിവാലായി. ഞാൻ ആരെ തൊട്ടാലും മർമ്മത്ത. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. പറ്റും, നീ അടിച്ചോ. നിസ്സാരം, ഒന്നുകൂടെ നിസ്സാരം. ഇത് കഴിഞ്ഞില്ലേ? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഞാൻ പിടിച്ചേക്കുന്ന സാരഥി പിടിക്കാനാരാ? നിന്റെ തന്ത. കോമള തടയരുത്. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഇപ്പൊ വീണേനെ. അഞ്ചു പേരൊക്കെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനാ? ഒരാളേ ഉള്ളൂ, 5 പേരില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരൻ. വീട്ടിനകത്തോട്ട് കറ്റണ്ട, പുറത്ത് നിർത്തിയാൽ മതി. എന്താ പറ്റുന്ന ഒരു പിടിയില്ല സാറേ. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുക്കാൻ? അതെ, ഞാൻ പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.